ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയത് നിലമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിരുന്നു. ഒരു 2 days സ്റ്റേക്കേഷന് വേണ്ടിയിട്ട്. ഈവനിങ് ഒരു 4 മണിയോടെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൺ ദ വേ ഒരു ചിന്ന ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തു. അങ്ങനെ അതിന് ശേഷമായിരുന്നു ഞങ്ങളുടെ നീണ്ട ജേർണി കണ്ടിന്യൂ ചെയ്തത്. മൊത്തം ഒരു 11 പേരെങ്ങാനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 കാറിലാണ് പോയത്. തേൽപ്പാറ എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്കാണ് ഞങ്ങൾ സ്റ്റേക്കേഷന് വേണ്ടി പോകുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് പെടുന്നതാണ് തേൽപ്പാറ. അതേപോലെ നിലമ്പൂരും പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞൊരു പ്ലേസിനും അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇതെൻ്റെ ഫാദർ ഇൻ ലോൻ്റെ സിബ്ലിങ്സിൻ്റെ വക ഒരു വിരുന്നായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളൊരു സ്റ്റേക്കേഷനും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. മഴക്കാലത്ത് ഈ ഒരു പ്ലേസ് എന്ന് പറയുമ്പം വളരെ ഭംഗിയേറിയ ഒരു സ്ഥലമാണ്. ഫുള്ളി പച്ചപ്പും ഹരിതാപവും നിറഞ്ഞൊരു സ്ഥലമാണ്. എവിടെ നോക്കിയാലും റബ്ബറും തേക്കും അങ്ങനെ കുറേ ടൈപ്പ് പ്ലാന്റേഷൻസ് ഒക്കെ ഇവിടെ കാണാം. ഇവരുടെ സിബ്ലിങ്സിൻ്റെ ഒക്കെ വീട് എന്ന് പറയുന്നത് അടുത്തടുത്തായിരുന്നു. ആൻഡ് അതിൻ്റെ അടുത്തായിട്ട് കുറേ പ്ലാന്റേഷൻസ്, റബ്ബർ പ്ലാന്റേഷൻസ് നമുക്ക് കാണാം. അതേപോലെ കുടുംബക്ഷേത്രം അതിൻ്റെ അടുത്തായിട്ടാണ്. രാത്രിയാവുമ്പം ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കരടി, പിന്നെ ആന, അങ്ങനെ പല പല മൃഗങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യാറുണ്ട്. അച്ഛൻ്റെ മൂത്ത ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന വിരുന്ന് ഒരുക്കിയത്. അതേപോലെ ഞങ്ങളുടെയൊക്കെ ചുറ്റും കുറേ കുട്ടിപ്പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ സ്ക്രീൻ സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാവരുടെ കളികളും ഇതിനകത്ത് റെക്കോർഡഡ് ആണ്. മമ്മൂട്ടി ഫാൻസിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേയിലേക്ക് എത്തി. നല്ലൊരു റിസോർട്ടായിരുന്നു. വൈൽഡ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടായിരുന്നു റിസോർട്ടിൻ്റെ പേര്. അവിടെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അറിയുന്നവരെന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഇത് ഞാൻ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ കളിച്ചൊരു ഗെയിമായിരുന്നു. സ്കൂളിൽ ഞാൻ +1 +2 എനിക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി ഞാനിത് നാഷണൽ ലെവലിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഗെയിമിലേക്ക് പോയത്. കാർഡ് ഗെയിംസ് അറിയാത്തതും കേൾക്കാത്തതും കളിക്കാത്തതുമായിട്ട് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാർഡ് ഗെയിംസിലേക്ക് അങ്ങനെ നട്ടപ്പാതിരയായിട്ട് ഞങ്ങൾ കാർഡ് ഗെയിംസിൽ നിന്ന് വിരമിക്കാൻ താല്പര്യപ്പെട്ടില്ല. ഞങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങൾ ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കാർഡ് ഗെയിമിൽ പങ്കെടുക്കാൻ. റൂൾസ് പറഞ്ഞു തരാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ എല്ലാ ടൈപ്പ് കാർഡ് ഗെയിമും ഒരു അറിവ് ഉണ്ടായിരുന്നു. അപ്പം രാവിലെ ആയപ്പം ഇതായിരുന്നു ആ പുറത്തേക്കുള്ള വ്യൂ. വാവുമായിട്ടില്ലേ. റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത്രയും വിജൃംഭിച്ച പുഴയുള്ളപ്പോൾ ആരെങ്കിലും പ്രൈവറ്റ് പൂൾ ഉപയോഗിക്കുമോ? അങ്ങനെ ഒരു 7 മണിയോടെ ഞങ്ങൾ കോട്ടപ്പുഴയിൽ എത്തിയിട്ട് കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് അടുത്ത പരിപാടിക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആ റിസോർട്ടിനോട് വിട പറഞ്ഞിട്ട് നേരെ പോകുന്നത് വിരുന്നിൻ്റെ ബാക്കി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളുടെ വിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ്